കുട്ടനാടൻ കാർഷിക ചരിത്രത്തിൻ്റെ പൈതൃക സമൃദ്ധി മികവേറ്റിയ ഒരു കുടുംബത്തിൽ നിന്നാണ് ഷാജി കെ ജേക്കബ് എന്ന ഈ കർഷകൻ്റെ വരവ്. പാരമ്പര്യ വഴികളിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് കച്ചവട വഴികൾ ഷാജി സ്വീകരിച്ചെങ്കിലും അതെല്ലാം വൻ പരാജയമായിരുന്നു അയാൾക്ക് സമ്മാനിച്ചത്. അവസാനം കണ്ടെത്തിയ തടി വ്യവസായം ഒരു താങ്ങായി മാറിയെങ്കിലും കാർഷിക വൃത്തിയിലേക്കുള്ള ഒരു പിൻവിളി ആ കുട്ടനാട്ടുകാരൻ്റെ ഹൃദയത്തെ സദാ മഥിച്ചുകൊണ്ടിരുന്നു. ആ വഴികളിലൂടെയുള്ള ഒരു അന്വേഷണ യാത്രയുടെ ഒടുവിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള വള്ളംകുളത്ത് 1.5 ഏക്കറോളം വരുന്ന തരിശും ചതുപ്പുമാർന്ന ഭൂവിടത്തിലേക്ക് ഷാജിയെ എത്തിച്ചത്. ആ നീർത്തടത്തിലേക്ക് ഷാജി എന്ന കുട്ടനാടൻ കർഷകൻ തൻ്റെ കാർഷിക മനസ്സ് സമർപ്പിക്കുകയായിരുന്നു. നീർത്താഴ്ചയുള്ള ആ നിലത്തിൽ മണ്ണ് കോരിയെടുത്ത് 14 അടി താഴ്ചയിൽ 10 മീൻകുളങ്ങൾ നിർമ്മിക്കുക എന്ന നിശ്ചയദാർഢ്യമാർന്ന ചിന്തയെ പൂർത്തീകരിക്കുകയായിരുന്നു ഷാജി ആദ്യം ചെയ്തത്. വെള്ളം വറ്റിച്ച് കോരിയെടുത്ത മണ്ണ് കുളങ്ങൾക്ക് തടമാക്കിയ ശേഷം ജലം നിറച്ച കുളത്തിൽ പ്രസിദ്ധമായ കുട്ടനാടൻ മത്സ്യയിനങ്ങളെ തന്നെ ഷാജി വളർത്താനായി ആരംഭിച്ചു. വരാലെന്നും കാരിയെന്നും കല്ലടമുട്ടിയെന്നും ഒക്കെ വിളിപ്പേരുള്ള സ്വാദിഷ്ടമായ കുട്ടനാടൻ മത്സ്യങ്ങൾ ഈ കുട്ടനാട്ടുകാരൻ്റെ 10 കുളങ്ങളിലായി വളർന്ന് പെറ്റുപെരുകി. ഞാൻ കുട്ടനാട് സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നെൽകൃഷി അങ്ങനെ പൊതുവെ കൃഷികളിലോട് വളരെ താല്പര്യമുണ്ട്. നമ്മൾ ബിസിനസ് എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ ഒത്തിരി കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കടബാധ്യതയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഈ കൃഷി സ്ഥലത്ത് വരും. ഇവിടെ വരുന്ന സമയത്താണ് നമുക്കൊരു അല്പം സന്തോഷം കിട്ടുന്നത്. ഇതൊക്കെ കണ്ട് നമുക്കിവിടെ കൃഷി സ്ഥലമായിട്ട് 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് ഒരു 10 കുളമുണ്ട്, മീൻകുളം 10 ഉണ്ട്. അതിനകത്ത് നാടൻ മീനുകളാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അത് ഈ ജൂൺ മാസം ആകുമ്പോൾ കുറച്ച് 2 കുളത്തിനകത്ത് കരിമീനെ വളർത്താൻ ആഗ്രഹിക്കുന്നു. പിന്നെ വാഴകൾ, പലതരം വാഴകൾ ഞാൻ ഇതിനകത്ത് നട്ടിട്ടുണ്ട്. പിന്നെ തെങ്ങ് തൈകൾ, തെങ്ങ് ഒരു 2-3 വർഷമായി ഉള്ള തെങ്ങുകൾ 10-100 തെങ്ങ് തൈയുണ്ട്. അതുപോലെ മാങ്കുസ്തി അത് 10-125 മൂടുണ്ട്. പിന്നെ റംബൂട്ടാൻ. മത്സ്യങ്ങൾക്ക് നൽകുന്ന സമീകൃത ആഹാരങ്ങൾക്ക് പുറമെ കുളങ്ങളിലെ ജലവിധാനത്തിന് മേൽ ആഹാരത്തിനായി കുളവാഴകളെയും വളർത്തി. കുളത്തിലെ ശീതോഷ്മാവ് നിലനിർത്തുന്നതിനായി ആഫ്രിക്കൻ പായലും വളർത്തി. ഓരോ വേനലാരംഭത്തിലും കുളങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കുട്ടനാടൻ മീനുകൾക്കായി ആവശ്യക്കാർ ഷാജിയുടെ കുളക്കരയിൽ കൃത്യമായി എത്തുകയും മികച്ച വില തന്നെ നൽകി വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. കുളങ്ങൾക്കാവശ്യമുള്ള സ്ഥലമൊഴിച്ചാൽ പിന്നെയും കിടക്കുന്ന നീർത്തടങ്ങളിൽ മറ്റു വിളകൾ കൃഷി ചെയ്യുന്നതിനെ പറ്റിയും ഈ കുട്ടനാട്ടുകാരൻ ചിന്തിച്ചു. ആ ചിന്തകൾക്കൊപ്പം ഷാജിയുടെ ഭാര്യ മറിയാമ്മ ഗീവർഗീസും മക്കളായ ഷെമിനും ഷെറിനും കൂട്ടുചേർന്നു. വാങ്ങിച്ചപ്പോൾ ചുമ്മാ പ്ലെയിനായിട്ട് കിടക്കുമായിരുന്നു, ഒന്നുമില്ലാതെ പിള്ളേർ കളിക്കാനും അങ്ങനത്തെ ഉള്ള യൂസിന് ചുമ്മാ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ സ്ഥലം നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാം കുഴികളെടുത്തിട്ട് അത് ബണ്ടായിട്ട് പൊക്കിയിട്ട് ആ കുഴികളെല്ലാം നമ്മൾ മീൻകുളത്തിന് വേണ്ടി യൂസ് ചെയ്തു. അതിനകത്ത് നമ്മളിപ്പോൾ മീനും വളർത്തുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പൊക്കി ആ ബണ്ട് പോലെ വെച്ചതിനകത്ത് ഞങ്ങൾ വാഴ, കപ്പ, ജാതി, മാങ്കുസ്തീൻ, റംബൂത്താൻ എന്നു തുടങ്ങിയ അനേകം കൃഷികൾ ഞങ്ങളിവിടെ ചെയ്തു വരുന്നു. നല്ല വിജയകരമായിട്ട് നടക്കുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വരുമാനമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നില്ല, എന്നാലും കുഴപ്പമില്ലാതെ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇതൊരു റിലാക്സേഷൻ, ആ ഒരു മൂഡിന് വേണ്ടി ആ മൂഡ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വരുന്നത്. പിന്നെ പപ്പ ഭയങ്കര കൃഷി പ്രേമിയാണ്. ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കൊണ്ട് കാണിക്കും. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളിവിടെ വരും. ഞങ്ങളെ ഫാമിലിയിലുള്ള ഓരോരുത്തർ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാകും. പിന്നെ ഫ്രണ്ട്സിന് വരും, ഞങ്ങളിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വരും, എല്ലാവരും കൊണ്ട് കാണിക്കും, ഞങ്ങൾ ചെയ്തേക്കുന്നതെല്ലാം കാണിക്കും. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഇവിടെ ഒരു 10-300 കൊല കിട്ടുന്നുണ്ട്. നമ്മൾ കൊല വെട്ടി ഇവിടെ തന്നെ അടുത്തുള്ള കടയിൽ നമ്മൾ വിൽക്കുന്നുണ്ട്. പലതരം കൊലകളുണ്ട്. നമ്മൾ വെട്ടി വിറ്റ് ഓരോ കടയിൽ കൊടുക്കും, അതിനുള്ള പൈസ മേടിക്കും. അങ്ങനെ വാഴ, പിന്നെ കപ്പ അനേകമുണ്ട്. ഞങ്ങൾ രാവിലെ വരും,
ഞങ്ങളോടൊപ്പം ഒരാളും കൂടെ ഉണ്ട് ഞങ്ങളെ സഹായിക്കാൻ, ഇവിടുത്തെ ഒരു വർക്കറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പണി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരുമിച്ച് ചെയ്ത പപ്പ പോത്തിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ അമ്മയും ഞാനും അനിയനും കൂടെ കൃഷി സൈഡിൽ ഇറങ്ങും. അവിടെ ഇറങ്ങി ആ തണലെല്ലാം നല്ലതായിട്ട് ജാതിക്ക് തണൽ കൊടുക്കും. എല്ലാം കപ്പയൊക്കെ നോക്കും. വാഴയൊക്കെ വിളഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ വണ്ടിയെ കൊണ്ടുപോയി സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കും. പോത്തിനെ നമ്മൾ മാക്സിമം ആ എഴുത്തിലെല്ലാം ക്ലീൻ ചെയ്തെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എഴുത്തിൽ. പിന്നെ നമ്മൾ രാവിലെ അതിനെ അഴിച്ചു വിടും. അപ്പോൾ ചൂടിൽ ഇപ്പോൾ ഇച്ചിരി ഏറെ നേരം ചൂട് ഞങ്ങൾ നിർത്തും. കാരണം എന്ന് ചോദിച്ചാൽ അതിന് വിശപ്പും ദാഹവും കുറവാണ്. അപ്പോൾ ചൂടിൽ നിന്ന് പെട്ടെന്ന് കയറി വരുമ്പോൾ അതിന് നല്ലതായിട്ട് വിശപ്പും ദാഹവും വരും. അതുകൊണ്ട് ഇച്ചിരി ഞങ്ങൾ രാവിലെ ഏറെ നേരം ചൂടത്ത് നിർത്തി കഴിഞ്ഞ് കൊണ്ടുവരും. പിന്നെ കുളിപ്പിക്കും. രാവിലെയും കുളിപ്പിക്കും, വൈകിട്ടും കുളിപ്പിക്കും. കൂടും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടും. കൃഷിയിൽ എൻ്റെ പപ്പായ്ക്കാണ് കൂടുതൽ താല്പര്യം. പപ്പ അതിനോട് ചെയ്യുന്ന കണ്ട് എനിക്കും ഞങ്ങൾക്കും താല്പര്യമായതാണ്. പപ്പ ഇവിടെ ഇതിനെ സ്നേഹിക്കുന്നതും ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ പപ്പ ഇവിടുത്തെ എല്ലാം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും അതിലോടൊരു സ്നേഹം വന്ന്. പിന്നീട് അവിടെ വളർന്നു പടർന്നത് പലതരം പച്ചക്കറികൾ, വിവിധതരം വാഴകൾ, ഫലവൃക്ഷങ്ങളായ മാവ്, പ്ലാവ്, ആഞ്ഞിലി, റംബൂട്ടാൻ, ജാതി, പപ്പായ, മുരിങ്ങ തുടങ്ങിയവയുടെ നീണ്ട നിരകളായിരുന്നു. നൂറ്റി 25ഓളം മാങ്കോസ്റ്റിൻ തൈകളും തൻ്റെ പറമ്പിൽ ഷാജി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ബാലാരിഷ്ടതകളുള്ള ചെടിയാണ് മാങ്കോസ്റ്റിൻ. മാങ്കോസ്റ്റിൻ തൈകളിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത് തൈകൾ വാടിക്കരിയാൻ കാരണമായി തീരും. അതിനാൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതെ തണൽ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വാഴയിലകൾ കൊണ്ടും കമ്പുകൾ കൊണ്ടുമാണ് ഇവിടെ മാങ്കോസ്റ്റിനായി തണലൊരുക്കിയിരിക്കുന്നത്. വളർച്ചയുടെ ആദ്യഘട്ടം പിന്നിട്ടാൽ പിന്നെ പ്രത്യേകിച്ച് വളപ്രയോഗവും പരിചരണവും ഒന്നുമില്ലാതെ തന്നെ വളർന്ന് പുഷ്പിച്ച് ധാരാളം ഫലങ്ങൾ തരുന്ന വൃക്ഷമാണ് മാങ്കോസ്റ്റിൻ. 1000-ലേറെ വരുന്ന കന്നുകളുടെ എണ്ണവുമായാണ് ഷാജിയുടെ തരിശുഭൂമിയിൽ വാഴകൾ തഴച്ചു വളരുന്നത്. പൂവനും ഞാലിപ്പൂവനും പാളയംകോടനും റോബസ്റ്റയും ചെങ്കതളിയുമൊക്കെ വാഴക്കൃഷിയുടെ കാർഷിക സൗന്ദര്യമായി ഇവിടെ കുലച്ചു നിൽക്കുന്നു. പച്ചക്കറിപ്പാടത്തിൻ്റെ ഹൃദയഭംഗിയും ഷാജിയുടെ തണ്ണീർത്തടങ്ങൾ സമ്മാനിക്കുന്നു. വള്ളിപ്പയറിൻ്റെ നെടുങ്കൽ പന്തൽ പിന്നിട്ടാൽ ചീരകളുടെ സങ്കേതമായി. പൂത്തുകുലച്ച വെണ്ടയ്ക്കൊപ്പം പടവലവും കത്തിരിയും പച്ചമുളകും ചേമ്പും ചേനയും വളർന്നു നിറഞ്ഞ് ഹരിതാവചാർത്തി നിൽക്കുമ്പോൾ ഒരു കർഷക മനസ്സിനേകുന്ന ആഹ്ലാദം പരിപൂർണമായി ആസ്വദിക്കുകയാണ് ഷാജിയും കുടുംബവും. കാർഷിക വൃത്തിയോടുള്ള താല്പര്യം കണ്ടറിഞ്ഞ് പരമ്പരാഗതവും ശാസ്ത്രീയവുമായ കൃഷിരീതിയുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉപദേശങ്ങളുമായി ഇരുവിപേരൂർ കൃഷിഭവനും ഷാജിക്കൊപ്പം കൂട്ടുചേർന്നു. ഷാജിക്ക് RKVY പദ്ധതി പ്രകാരം തെങ്ങിന് ഇവിടെ നിന്ന് ഒരു പമ്പ് സെറ്റ് സബ്സിഡിയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ തെങ്ങിന് വളവും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃഷിഭവനിൽ നിന്ന് നൽകാറുണ്ട്. ഷാജി നിത്യേന കൃഷിഭവനിൽ വരാറുണ്ട്. ഷാജി കൂടുതലും ജൈവവളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. കോഴിക്കാഷ്ടവും കാലിവളവും ഉപയോഗിച്ച് തന്നെയുള്ള കൃഷിയാണ്. രാസവളം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഷാജി അനുവർത്തിക്കുന്നത്. പിന്നെ ഷാജി എല്ലാ ആ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി കൃഷിഭവനിൽ വരാറും ഫോൺ ചെയ്തും ഞങ്ങളോട് സംശയങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. ഞങ്ങൾ നിത്യേന കൃഷി സ്ഥലങ്ങൾ സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. കൃഷി കൂടുതൽ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജൈവ കൃഷിയിൽ ചെയ്തുകൊണ്ട് ജീവാണുവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. രാസകീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാതെ തന്നെ പുകയില കഷായം മറ്റ് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് കീടങ്ങളെയും രോഗങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 മുതൽ 2 വയസ്സുവരെ പ്രായമുള്ള പോത്തുകിടാങ്ങളുടെ പരിപാലനം ഷാജിയുടെ കാർഷിക വൃത്തിയിലെ മറ്റൊരു പ്രത്യേകതയാണ്. ശാസ്ത്രീയമായി തയ്യാറാക്കിയ തൊഴുത്തുകളിലാണ് ഇവയുടെ സംരക്ഷണം. മാംസവിപണി ലക്ഷ്യമാക്കി വളർത്തുന്ന ഈ കിടാരികൾ ഒന്നിന് 4000 രൂപ നിരക്കിൽ വാങ്ങിയ ശേഷം വളർത്തി വിൽക്കപ്പെടുമ്പോൾ പോത്തൊന്നിന് 50,000 രൂപയിലേറെ ലഭ്യമാകുന്നു. ഇന്ന് 15-ലേറെ കിടാരികളെ ഷാജി വളർത്തുന്നു. കിടാരികൾക്കൊപ്പം വർദ്ധിച്ച പാല് ചൊരുത്തുന്ന പശുക്കളും ഷാജിയുടെ തൊഴുത്തിലുണ്ട്. ഇവയ്ക്കായി CO3,
CO4 എന്ന ഇനത്തിലുള്ള തീറ്റപ്പുല്ലും തൻ്റെ കൃഷിയിടത്തിൽ ഷാജി വളർത്തുന്നു. ഒരു 10-15 പോത്തിനെ ഞാൻ വളർത്തുന്നുണ്ട്. അതിനെ ഞാൻ 6 മാസം പ്രായമായതിന് 4000-5000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് മാർക്കറ്റിൽ നിന്ന്. അതൊരു 1.5 വർഷം വളർത്തിയാൽ ഒരു 50,000 രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. പോത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വലിയ അസുഖങ്ങളൊന്നും പിടിക്കത്തില്ല. പിന്നെ അതിന് തീറ്റ നമ്മൾ വലുതായിട്ടൊന്നും തിരക്കി നടക്കേണ്ട, കണ്ടത്തിലോട്ട് അഴിച്ചു വിട്ടാൽ മതി. അത് തിന്നും. പിന്നെ നമ്മൾ വഴിച്ചിട്ട് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കണം. പിന്നെ മഴക്കാലത്ത് അതും നമ്മൾ കൂടുതലായിട്ട് കൊണ്ട് അത് തന്നെ കണ്ടത്ത് വെള്ളവും കൊണ്ട് പോച്ചയെല്ലാം തിന്നും. വലിയ ചിലവ് വരുന്നില്ല. നമുക്ക് 10,000 മൂടും വാഴയുണ്ട്. അതിനകത്ത് പൂവൻ വാഴയുണ്ട്, ചെങ്കതളിയുണ്ട്, ഏത്തവാഴയുണ്ട്, പാളയംതോടനുണ്ട്. ഇതെല്ലാം ഏത്തവാഴയൊക്കെ ഒരു 9 മാസം 10 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടിയാൽ 350 രൂപ ശരാശരി കിട്ടും. പൂവൻ വാഴ എന്ന് പറഞ്ഞാൽ 30 രൂപ 35 രൂപ കിലോയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ വളമൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല വളക്കടയിൽ നിന്ന്. അത് ഇതിൻ്റെ തന്നെ ഈ പോത്തിൻ്റെ ചാണകവും ഒക്കെ ഇട്ട് ഞങ്ങൾ ഇടുക ചെയ്യാറുണ്ട്. വളർത്തുപക്ഷികളുടെ കൂട്ടത്തിൽ അത്യുൽപാദന ശേഷിയാർന്ന വിവിധതരം മുട്ടക്കോഴികളും താറാവുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള പോരുകോഴികളും വാങ്കോഴികളും ഗിനിക്കോഴികളുമൊക്കെയുണ്ട്. ശാസ്ത്രീയമായ പരിപാലന രീതിയാണ് ഇവയ്ക്കുള്ളത്. മുട്ട വിൽപ്പനയിലൂടെയും ഇറച്ചി വിൽപ്പനയിലൂടെയും ഗണ്യമായ വരുമാനം ഇതോടെ ഷാജിക്ക് ലഭ്യമാകുന്നു. മറ്റു കോഴികൾക്ക് മേൽ എപ്പോഴും ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഗിനിക്കോഴികൾ സാധാരണ കൂട്ടിൽ മുട്ടയിടാറില്ല. വാഴകൾക്ക് ചുവട്ടിൽ ഇലകൾ കൊണ്ട് തന്നെ കൂടൊരുക്കി അതിലാണ് മുട്ടയിടാറുള്ളത്. പാമ്പുകളെ പോലുള്ള ഇഴജന്തുക്കൾ പറമ്പിലേക്ക് കയറാതെ മനുഷ്യനും മറ്റു ജീവികൾക്കും സദാ സഹായിയായ കാവൽക്കാരൻ കൂടിയാണ് ഗിനിക്കോഴികൾ. ജൈവവള പ്രയോഗ രീതിയാണ് ഷാജി തൻ്റെ കൃഷിയിടത്തിൽ അവലംബിച്ചിരിക്കുന്നത്. പോത്തുകളുടെ ചാണകവും കോഴികളുടെ കാഷ്ടവും സസ്യവിളകൾക്കുള്ള പ്രധാന വളമായി മാറുന്നു. കിടാരികളുടെയും പശുക്കളുടെയും രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, മറ്റ് പരിചരണ നിർദ്ദേശങ്ങൾ എന്നിവ നൽകിക്കൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഷാജിയെ സഹായിക്കുന്നു. ഇതൊരു റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ബഫ്ലോ ഫാമാണ്. ആ ഫാമിൽ ഈ ബഫ്ലോ 1 to 2 years ഗ്യാപ്പിലുള്ള ബഫ്ലോയാണ്. ഇത് മീറ്റ് പർപ്പസിന് വേണ്ടി വളർത്തുന്ന ബഫ്ലോക്കളാണ്. സാധാരണ നല്ല രീതിയിൽ തന്നെ പുല്ലും പുഷ്ടിയും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തുന്നു. ഇത് ഒരു 1 to 2 years ഏജ് 2 years ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനെ ഇറച്ചിക്കായിട്ട് കൊടുക്കുന്നു. നന്നായിട്ട് അതിന് കുളമ്പുദീനത്തിൻ്റെ കുത്തിവയ്പ്പൊക്കെ സമയത്തിന് എടുക്കുന്നുണ്ട്. എല്ലാ 6 മാസം തൊട്ട് 9 മാസം ഇടയ്ക്ക് കുളമ്പുദീന കുത്തിവയ്പ്പ് വരുമ്പോൾ അത് ഇവിടെ ഈ ഫാമിലും വന്നെടുക്കുന്നുണ്ട്. ഫാമിലുള്ളവരെല്ലാം കോപ്പറേറ്റീവാണ്. ഞങ്ങളെ ഒരിക്കലും അത് തടസ്സപ്പെടുത്താറില്ല. ഇതിനെ കൃത്യമായിട്ട് നമ്മൾ കുളമ്പുദീനത്തിൻ്റെ വാക്സിനേഷനാണ് കുത്തുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു മാസ് പ്രോജക്റ്റാണ്. അതിൻ്റെ അകത്ത് 6 മാസത്തിന് 9 മാസത്തിന് ഇടയ്ക്ക് വാക്സിനേഷൻ എവറി ഇയർ കണ്ടക്ട് ചെയ്യും. ആ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫാം വിസിറ്റ് ചെയ്ത് കുളമ്പുദീനത്തിൻ്റെ വാക്സിനേഷൻ കൃത്യമായിട്ട് എടുക്കുന്നു. കുളമ്പുദീനത്തിൻ്റെ വാക്സിൻ കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ മീറ്റ് പർപ്പസിന് കൊടുക്കാറുള്ളൂ. പിന്നെ ഇതിന് അസുഖം വരുന്നത് ദഹനക്കേടിൻ്റെ അസുഖവും വയറ്റിളക്കവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ പശുക്കൾക്ക് വരുന്ന എല്ലാ അസുഖവും ബഫ്ലോയ്ക്കും വരും. സസ്യങ്ങളും ഫലപ്രാപ്തി ഒഴിഞ്ഞ അവയുടെ ഭാഗങ്ങളുമൊക്കെ കന്നുകാലികൾക്കും ആഹാരമാകുന്നു. മീൻകുളത്തിലെ ചെറുമീനുകളും മറ്റു മീൻ അവശിഷ്ടങ്ങളും കോഴികൾക്കും പഥ്യാഹാരമാകുന്നു. സസ്യജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും വളർച്ചയ്ക്കായുള്ള ഒരു പരസ്പര പൂരകമായ ആവാസ ചക്രം ഷാജി ജോസഫിൻ്റെ ഈ കൃഷിയിടത്തിൽ ദൃശ്യമാകുന്നു. ജൈവകൃഷിയിലും മൃഗപരിപാലനത്തിലുമെല്ലാം സഹായിയായി സുബ്രഹ്മണ്യവും ഷാജിയോടൊപ്പമുണ്ട്. മീൻകുളത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഉണക്ക് സമയത്ത് വെള്ളം വരവ് സമയത്ത് വെള്ളം വേണാണ്ട് 14 അടിയാണ് താഴ്ച ഇട്ടേക്കുന്നത്. ഇത് 4 അടി വെള്ളങ്ങൾ ഈ മീനിന് വേണം തണുപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ അതിന് മണ്ടയ്ക്ക് പോല
പിന്നെ ആപ്പിരിക്കൻ പായൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതുങ്ങൾക്ക് തണുപ്പ് കിട്ടാനും പിന്നെ തീറ്റി തിന്നാൻ വേണ്ടി. ഇപ്പം പ്രത്യേകിച്ച് വേറെ തീറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന ഈ തീറ്റിയാണ്. വരാളുണ്ട്, മുഷിയുണ്ട്, കാരിയുണ്ട്, കല്ലുമുട്ടിയുണ്ട്. ഇതൊക്കെയുള്ള മീൻ. വേറെ പ്രത്യേക മീൻ 8 കുളത്തിനകത്ത് ഇത് തന്നെയാണ് കിടക്കുന്നത്. കുട്ടനാടൻ കാർഷിക പാരമ്പര്യം നെഞ്ചിലേറ്റി തിരുവല്ലയിലെ തരിശുഭൂമിയിലേക്കെത്തി ആ ഭൂമിക വിളഭൂമിയാക്കി മാറ്റിയെടുത്ത ഷാജി കെ ജേക്കബിൻ്റെ മനസ്ഥൈര്യവും ആർജവവും വേറിട്ട് തന്നെ നിൽക്കുന്നു. കാർഷിക കേരളത്തിൻ്റെ ദുരിതകരമായ വളർച്ചയ്ക്ക് അതേകുന്ന സന്ദേശവും ചെറുതല്ല. കാർഷിക മേഖലയോട് മുഖം തിരിച്ചു നിൽക്കുന്നവർക്കായി അദ്ദേഹത്തിന് നൽകാവുന്നതും ആ ജീവിത ചിത്രം തന്നെ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സ്യകൃഷിക്ക് ധനസഹായം. വളർത്തുപക്ഷി വിജ്ഞാപന കേന്ദ്രം മണ്ണുത്തിയിൽ. റബ്ബർ നടീൽ വസ്തുക്കൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 3ാം വർഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മത്സ്യകൃഷിക്ക് ഹെക്ടറിന് 50,000 രൂപ വരെ സബ്സിഡി നൽകുന്നു. രജിസ്റ്റർ ചെയ്ത കർഷകർക്കും നവസംരംഭകർക്കും ശുദ്ധജല മത്സ്യകൃഷിക്ക് യോജിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെ ജൂൺ 15 മുതൽ നൽകും. കാർപ്പ് മത്സ്യങ്ങളായ രോഹു, കട്ല, മൃഗാൽ, സൈപ്രിനസ്, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ മത്സ്യങ്ങളെയും ആറ്റുകൊഞ്ചിൻ കുഞ്ഞുങ്ങളെയുമാണ് വിതരണത്തിന് തയ്യാറാക്കുന്നത്. പഞ്ചായത്തുകളിലെ മത്സ്യകർഷക ക്ലബ്ബുകൾക്കും വ്യക്തികൾക്കും മത്സ്യക്കുഞ്ഞുങ്ങൾക്കായി അപേക്ഷിക്കാം. കൂടാതെ പുതിയ മത്സ്യകർഷകർക്കുള്ള പരിശീലനവും മത്സ്യകൃഷിക്കുള്ള തീറ്റ സബ്സിഡിയും ഇതോടനുബന്ധിച്ച് ലഭിക്കും. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ്, മത്സ്യകർഷക വികസന ഏജൻസി, മത്സ്യഭവൻ എന്നിവിടങ്ങളിൽ നിന്നും അപേക്ഷാ ഫോറം ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 15 വിലാസം: സ്പെഷ്യൽ ഓഫീസർ, മത്സ്യസമൃദ്ധി, വികാസ് ഭവൻ, തിരുവനന്തപുരം. ഫോൺ 0471 230 8295. സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 25 ബ്ലോക്കുകളിൽ രാത്രികാല മൃഗചികിത്സാ സേവനം മൃഗസംരക്ഷണ വകുപ്പ് ഏർപ്പെടുത്തി. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് മൃഗചികിത്സാ സേവനം ലഭ്യമാകുന്നത്. ഇതിനായി ഓരോ ബ്ലോക്കിലും ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. മൃഗചികിത്സാ സേവനം ഓരോ കർഷകരുടെയും വീട്ടുമുറ്റത്തെത്തിക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം വകുപ്പ് ആരംഭിച്ചത്. മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പൗൾട്രി വിഭാഗം വളർത്തുപക്ഷി പരിപാലനത്തിന് വേണ്ട സർവ്വതും ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന വിജ്ഞാന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. കാട മുതൽ ഒട്ടകപ്പക്ഷി വരെയുള്ള സർവ്വ വളർത്തുപക്ഷികളുടെയും പരിപാലനത്തെക്കുറിച്ചുള്ള കോഴ്സുകൾ, സംരംഭകർക്കാവശ്യമായ പ്രോജക്ട് റിപ്പോർട്ടുകൾ, കൂട്, തീറ്റ തുടങ്ങിയവ നിർമ്മിക്കാനാവശ്യമായ സാങ്കേതിക വിദ്യ എന്നീ സേവനങ്ങൾ കർഷകർക്ക് വിജ്ഞാന കേന്ദ്രം ലഭ്യമാക്കും. നബാർഡിന്റെ സഹായത്തോടെ 20 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് മണ്ണുത്തിയിൽ വിജ്ഞാന കേന്ദ്രം ആരംഭിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 237 0117.
സംസ്ഥാന കൃഷി വകുപ്പ് 2012-13 വർഷത്തെ സംസ്ഥാനതല കർഷക അവാർഡുകൾക്കുള്ള നാമനിർദ്ദേശ പത്രിക ക്ഷണിച്ചു. കർഷക ഭാരതി, ഹരിതമുദ്ര എന്നീ അവാർഡുകൾക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ FIB പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർക്ക് ജൂൺ 15 തീയതിക്ക് മുൻപ് നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് karshigakerlam.gov.in. മറ്റൊരു വെബ്സൈറ്റ് fibkerala.gov.in. റബ്ബർ ബോർഡിൽ നിന്നും വിതരണം ചെയ്യുന്ന റബ്ബർ നടീൽ വസ്തുക്കൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കരിക്കാട്ടൂരുള്ള കേന്ദ്ര നഴ്സറിയിലും കടയ്ക്കാമൺ, കാഞ്ഞിക്കുളം, മഞ്ചേരി, ഉളിക്കൽ, ആലക്കോട് എന്നീ പ്രാദേശിക നഴ്സറികളിലും നിന്ന് നടീൽ വസ്തുക്കൾ ലഭിക്കുന്നതാണ്. RRII 105, 414, 417, 422, 430 എന്നീ ഇനങ്ങളിലുള്ള ബ്രൗൺ ബഡ് തൈകളാണ് വിതരണത്തിനുണ്ടാകുക. ബഡ് തൈ ഒന്നിന് 25 രൂപയാണ് വില. ഇതോടൊപ്പം RRII 105, 414 എന്നീ ഇനങ്ങളുടെ ബഡ് വുഡും പരിമിതമായ തോതിൽ വിൽപ്പനയ്ക്ക് തയ്യാറായി. മീറ്റർ ഒന്നിന് 20 രൂപയാണ് വില. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷകൾ റബ്ബർ ബോർഡിന്റെ ഹെഡ് ഓഫീസിലും എല്ലാ റീജിയണൽ ഓഫീസുകളിലും ജൂലൈ 25 വരെ സ്വീകരിക്കും. അപേക്ഷയുടെ മുൻഗണനാ ക്രമത്തിലും നടീൽ വസ്തുക്കളുടെ ലഭ്യത അനുസരിച്ച് മാത്രമായിരിക്കും വിതരണം നടത്തുക. ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും. വൈറ്റില നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ വാഴകളായ നേന്ത്രൻ, ഗ്രാൻഡ് 9 എന്നിവ 20 രൂപ നിരക്കിലും സ്യൂഡോമോണസ് 60 രൂപ നിരക്കിലും വിതരണത്തിന് തയ്യാറായി. കൂടുതൽ എണ്ണം ആവശ്യമുള്ള കർഷകർ 50% മുൻകൂർ പണം അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497833204. മറ്റൊരു നമ്പർ 9447574391 0484 2809963. തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഗ്രാമപഞ്ചായത്തിൽ കായ്ഫലമുള്ള കുറിയ ഇനം തെങ്ങുകൾ കൃഷി ചെയ്തിട്ടുള്ള കർഷകർ ഇടവ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04702663 കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,900 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,100 രൂപ, തൃശൂർ 14,500 രൂപ, കൊപ്ര കൊച്ചി 9,350 രൂപ, കോഴിക്കോട് 9,850 രൂപ, തൃശൂർ 9,670 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,600 രൂപ. ചുക്ക് മീഡിയം 31,500 രൂപ, ചുക്ക് ബെസ്റ്റ് 33,000 രൂപ. മഞ്ഞൾ സേലം 7,400, മഞ്ഞൾ ഈറോഡ് 8,100. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,900, കൊപ്ര 9,350, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,400, പിണ്ണാക്ക് റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 66,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,600 രൂപ. ചുക്ക് മീഡിയം 31,500, ചുക്ക് ബെസ്റ്റ് 33,000, മഞ്ഞൾ നാടൻ 6,200. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 240-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ. ജാതിപത്രി 800-നും 900-നും മധ്യേ. ഗ്രാമ്പു 940-നും 1,100-നും മധ്യേ. റബ്ബർ RSS 5 14,100, റബ്ബർ RSS 4 14,500, ഒട്ടുപാൽ 10,000, ലാറ്റക്സ് 11,700. കമ്പോള അവലോകനം. കാലാവസ്ഥ മാറിയതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചു. പുതിയ സാഹചര്യത്തിൽ വാരത്തിന്റെ രണ്ടാം പകുതിയിൽ ലാറ്റക്സിന്റെ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ. ലാറ്റക്സ് കിലോ 117-ലും 4-ാം ഗ്രേഡ് 145 രൂപയിലുമാണ്. മഴയുടെ വരവ് ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളെ സജീവമാക്കി. മാസാവസാനത്തോടെ വിളവെടുപ്പ് ആരംഭിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. എന്നാൽ പുതിയ സീസൺ മുന്നിൽ കണ്ട് ആഭ്യന്തര വാങ്ങലുകാർ ചരക്ക് സംഭരണം കുറച്ചു.
വിദേശ കുരുമുളക് വരവ് ഉൽപ്പാദകരിൽ ആശങ്ക പരത്തിയെങ്കിലും കർഷകർ സ്റ്റോക്ക് ഇറക്കാതെ മെച്ചപ്പെട്ട വിലയ്ക്ക് വേണ്ടി ചരക്ക് പിടിച്ചു. ഗാർബിൾ കുരുമുളക് കിലോ 686 രൂപയിലാണ്. ആഭ്യന്തര വിദേശ ആവശ്യക്കാരുടെ അഭാവം മൂലം ചുക്ക് വില 1000 രൂപ കുറഞ്ഞ് 33,000 രൂപയായി. അതേസമയം വിപണി ചുക്ക് ക്ഷാമത്തിന്റെ പിടിയിലാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 24. കൊച്ചി 32.2, 24.6. ആലപ്പുഴ 31.7, 23.7. പുനലൂർ 31, 22.8. തിരുവനന്തപുരം 30.4, 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.